അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കല്ലേ? ഓക്കെ. നമ്മൾ ഇന്നത്തെ ക്ലാസ് ശരിക്ക് എന്താ പറയുക, മില്ലത്തെ ഇബ്രാഹിം എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതായത് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പരിശുദ്ധ ഖുർആനിൽ 69ഓളം സ്ഥലത്ത് ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഹജ്ജ് പെരുന്നാളിൻ്റെ സമയം ഇങ്ങനെ അടുത്ത് വരികയല്ലേ. അപ്പോൾ ഹജ്ജ് പെരുന്നാളിനേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപാട് മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ് അതിൻ്റെ അകത്തുള്ളത്. ശരിക്കും ഈ മില്ലത്ത് ഇബ്രാഹിം എന്നുള്ള ഇബ്രാഹിം നബിയുടെ പാത, ഒത്തബിയു മില്ലത്ത് ഇബ്രാഹിം ഹനീഫ എന്ന ഖുർആനിൽ പറയണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡീപ്പിലേക്ക് നമ്മൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയി, ഒരുപാട് ഡീകോഡ് ചെയ്ത് പോകേണ്ട ലൈഫുമായിട്ട് ഭയങ്കരമായ കണക്ഷൻ ഉണ്ട് അതിന്, ആ വിഷയത്തിന്. അപ്പോൾ അത് ചെയ്യാനാണ് നമ്മളൊന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നെ കരുതി കുറച്ചും കൂടി ദിവസം കഴിയട്ടെ, കാരണം പെരുന്നാൾ കുറച്ചും കൂടി എടുക്കാനുണ്ടല്ലോ. അപ്പോൾ അടുത്ത് വരുമ്പോൾ ആണ് അതിൻ്റെ ഒരു ഫീലൊന്നും കൂടി കിട്ടുക. പിന്നെ മാത്രമല്ല, ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. ചില സാഹചര്യങ്ങൾ കാരണം, ചില സിറ്റുവേഷൻ കാരണം ആ വിഷയം ഒഴിവാക്കി ഈ വിഷയത്തിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വിഷയത്തിൻ്റെ പേര് പ്രശ്നങ്ങളെ പ്രശാന്തിയാക്കി മാറ്റുന്ന രാസവിദ്യ എന്നുള്ളതാണ്. ഇത് ആൽക്കമി, അതിൻ്റെ ഒരു ആൽക്കമിയുണ്ട്. നമ്മൾ ആൽക്കമിസ്റ്റ് എന്നൊക്കെ ബുക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആരാണ്? പൗലോ കോയിലോയുടെ ആൽക്കമിസ്റ്റ് കേട്ടിട്ടില്ലേ? സാന്റിയാഗോയിൽ ആട്ടിടയിൽ അന്വേഷിച്ച് നടക്കണം ഈ ആൽക്കമി എവിടെ നിന്ന് കിട്ടും. അപ്പോൾ ആളുകൾക്ക് അറിയേണ്ടതും അത് തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ ലൈഫിൽ വരികയല്ലേ, ഓരോ നിമിഷവും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മുമ്പ് ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ വരും. പക്ഷെ ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള കല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്താവും? പ്രശ്നങ്ങളല്ലാതെ മാറുന്നു, അത് തന്നെ പ്രശാന്തിയായി മാറുന്നു. ഏതുപോലെ തന്നെ എപ്പോഴും എൻ്റെ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്. രാത്രി സമയം നിങ്ങൾ വീട്ടിലുണ്ട്, ഇരുട്ടാണ്, കറണ്ട് പോയി, വീട്ടിൽ ഇൻവേർട്ടറോ കാര്യങ്ങളൊന്നുമില്ല, കറണ്ട് പോയിരിക്കുകയാണ്, ഒരാൾക്കൊരു ഇരുട്ടാണ്. അല്പം മുമ്പ് കറണ്ട് ഉണ്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നു. വെളിച്ചത്തിനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരിക്കുകയാണ്, ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ സെൻട്രൽ ഹാളൊക്കെ കൂട്ടിക്കോളൂ. അപ്പോൾ അവിടെ നിങ്ങളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോയി, പിന്നെ ഇരുട്ട്, ഭയങ്കര ഇരുട്ട്. പിന്നെ സംഭവിക്കുക, നിങ്ങൾ എഴുന്നേറ്റ് നടക്കുമ്പോഴൊക്കെ സോഫ തട്ടിത്തടഞ്ഞ് വീണേക്കാം, ഡൈനിങ് ടേബിൾ തട്ടിത്തടഞ്ഞ് വീണേക്കാം, ടീപ്പോയ് ഉണ്ട് അവിടെ, അത് തട്ടിത്തടഞ്ഞ് വീണേക്കാം, കസേരകൾ തടഞ്ഞ് വീണേക്കാം. അങ്ങനെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഇരുട്ട് വരുമ്പോൾ, അല്ലേ? ഇതേപോലെയാണ് നമ്മൾ പ്രശ്നങ്ങൾ അകപ്പെടുമ്പോൾ ഇറ്റ്സ് എ മെൻ്റൽ ഡാർക്ക്നെസ്, മാനസികമായ ഒരു ഇരുട്ടാണത്. ശരിയല്ലേ? ശരിയാണല്ലേ? യെസ്, ഈ മാനസികമായിട്ട് മനസ്സിൽ ഇരുട്ടിൻ്റെ കാർമേഘങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങളുടെ കാർമേഘങ്ങൾ വരുമ്പോൾ മൊത്തത്തിലൊരു ഇരുട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മുന്നിൽ അതിനൊരു വഴിയില്ല, ഇതോടെ എല്ലാം തീർന്നു, എൻ്റെ ലൈഫ് തകർന്നു, ഇതൊരു എൻഡാണ്. സാമ്പത്തികമായ പ്രതിസന്ധി ആയിരിക്കാം, രോഗങ്ങളെ കൊണ്ടുള്ള പ്രതിസന്ധി ആയിരിക്കാം, ടെൻഷനായിരിക്കാം, അങ്ങനെ എന്തോ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ അടുത്ത ആളുകൾ മരണപ്പെട്ടതായിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കാം. അപ്പോൾ ഇരുട്ടിങ്ങനെ നമ്മളിലേക്ക് വരുമ്പോൾ, കാർമേഘമാണുള്ളത്, ഇരുട്ടിൻ്റെ ഇരുണ്ട കാർമേഘം, മഴക്കാർമേഘങ്ങൾ വരുമ്പോൾ ഭൂമി ആകെ ഇരുണ്ട് പോവില്ലേ? സത്യത്തിൽ അപ്പോഴും സൂര്യൻ അവിടെ മേലെ ഉണ്ട്, മനസ്സിലായില്ലേ? സൂര്യൻ അവിടെ ഉണ്ട്, യഥാർത്ഥ ഞാൻ സത്യത്തിൽ പ്രശ്നത്തിലല്ല. പക്ഷേ ഈ കാർമേഘങ്ങനെ വരികയാണ്, അപ്പോൾ ഡാർക്ക്നെസ്സാണ് അവിടെ ആകെ ഫീൽ ചെയ്യുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉപമ. എന്ത്? വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടുമ്പോൾ കറണ്ട് പോയിരിക്കുകയാണ്, പെട്ടെന്ന് ഇരുട്ടാണ്, എല്ലാം തപ്പിത്തടഞ്ഞ് വീഴും. അപ്പോൾ ഇരുട്ടിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം പിന്നെ അബദ്ധങ്ങളായിരിക്കും. മാനസിക ഇരുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം പൊട്ടത്തരം അബദ്ധമായിരിക്കും. അത് ഖുറാൻ്റെ ഭാഷയിൽ എങ്ങനെ അതിനെ പറയുക? ഗഫിലത്ത്. ഗഫിലത്ത് എന്നുള്ള വേർഡ് ഖുറാനിൽ ഒരുപാട് തവണ പറഞ്ഞാണ്. ഹീഡ്ലെസ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് അശ്രദ്ധ എന്നൊക്കെ മലയാളത്തിൽ പറയും. പക്ഷേ അത് ഡീകോഡ് ചെയ്യേണ്ട ഒരു വലിയൊരു വേർഡാണ്, ഖുറാൻ്റെ ഒരു വലിയൊരു വേർഡാണ് ഡീകോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞ് പോവാണ് ഞാൻ. ഗഫിലത്ത് ഒരു മെൻ്റൽ ഡാർക്ക്നെസ്, അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതൊരു ഇരുട്ടാണത്. പിന്നെ ഇരുട്ടിലേക്കാണ് എബിസ് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ, അതായത് ഒരു ഭൂഗർഭത്തിലേക്ക് ആണ്ടുപോകുന്നുള്ളൊരവസ്ഥയാണ് പിന്നെ വരിക. കാരണം എന്താണ്? കറണ്ടില്ല, സോഫ തട്ടി വീഴുകയാണ്, മുറിയുകയാണ്, പൊട്ടുകയാണ്, കണ്ണുടക്കുകയാണ്, തലക്ക് പരിക്കേറ്റുകയാണ്, അങ്ങനെ പലതും. പിന്നെ ആക്സിഡൻറ്റുകളാണ് പറ്റിക്കൊണ്ടേയിരിക്കും അങ്ങോട്ട്.
ഇതേപോലെ മാനസിക തലത്തിൽ ഇരുട്ട് വരുമ്പോൾ നമ്മൾ തപ്പിത്തടഞ്ഞ് വീഴുകയാണ്. അപ്പോൾ പരിഹാരത്തിൻ്റെ വഴികൾ നമ്മൾ കാണുമോ? ഇല്ല. പ്രശ്നങ്ങൾ കൂടി കൂടി വരിക ചെയ്യുക. വീണ്ടും അടുത്ത വീഴ്ച വരും, വീണ്ടും അടുത്ത വീഴ്ച വരും, വീണ്ടും വീഴും. ഇരുട്ടിലകപ്പെടുന്നതോർ, മാനസിക ഇരുട്ടിലകപ്പെടുന്നതോർ നമ്മളെന്താണ്, കൂടുതൽ ഇരുട്ടിലേക്ക് പോകുന്തോറും പരിഹാരം കാണില്ല, പ്രശാന്തി കാണില്ല. പകരം എന്താണ്, ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഓയിലും തട്ടിത്തടഞ്ഞ് വീഴുകയാണ്. എന്നാൽ വൺസ് ദ ലൈറ്റ് ഈസ് ഓൺ, കരണ്ട് വന്നു, ലൈറ്റ് വന്നു, പ്രകാശം വന്നു, നൂറ് വന്നു, എന്താ സംഭവിക്കുക? ഏത് സോഫയാണോ അല്പം മുമ്പ് തട്ടിത്തടഞ്ഞ് വീണത്, ഏത് ടീ ടേബിളിലാണോ തട്ടിത്തടഞ്ഞ് വീണ് പോയത്, മുറിവേറ്റത്, പരിക്കേറ്റത്, ഗ്ലാസ്സൊക്കെ ഉണ്ടാവുമല്ലോ, മുറിവ്, അതേ സോഫ തന്നെ ഇരുന്ന് സംസാരിക്കാനുള്ള കംഫർട്ട് ഫീൽ ചെയ്യുന്ന നല്ല ഇരുത്തൊരു ഫീലാണല്ലോ, കംഫർട്ടിൻ്റെ കേന്ദ്രന്മാരാണ്. ഏത് ഡൈനിങ് ടേബിളാണ് നമ്മൾ തടഞ്ഞു വീണ് പോയത്, അതേ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാനുള്ള അവസരം കിട്ടുകയാണ് അവിടെ. അവിടെയാണ് പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെടുമ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് കരകയറാം എന്നുള്ള പ്രശാന്തിയിലേക്കുള്ള ആൽക്കമി മനസ്സിലാക്കണം. പക്ഷേ ആൽക്കമി ലോകം മുഴുവൻ അന്വേഷിക്കുന്ന ഒരു ആൽക്കമിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്, അല്ലേ? എല്ലാവർക്കും വേണ്ട ആൽക്കമിയാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. പ്രശ്നത്തെ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളെ നേരിടുന്ന നമ്മുടെ രീതിശാസ്ത്രമാണ് മാറേണ്ടത്. അതിൻ്റെ കാഴ്ചപ്പാട്, അതിൻ്റെ ലെൻസ്, നമ്മൾ ലോകത്തെ കാണുന്ന ലെൻസിനെ നമ്മൾ മാറ്റുമ്പോൾ ലോകമാകെ മാറുന്നതാണ്. സിമറക്കൾ വെൻ യു ചേഞ്ച് ദ ലെൻസ് യു സീ ദ വേൾഡ് ഇറ്റ് സെൽഫ് വിൽ ചേഞ്ച് എന്നാണ്. ലോകം ആകെ മാറും. സത്യത്തിൽ ലോകം ആദ്യം പോസിറ്റീവാണ്. പക്ഷെ നമ്മൾ നെഗറ്റീവിൻ്റെ കണ്ണട ലെൻസിലൂടെ കണ്ടപ്പോൾ ഇതെല്ലാം എന്തായിപ്പോയി, കണ്ടതെല്ലാം നെഗറ്റീവ് പോയി. പിന്നെ നെഗറ്റീവ്, കാരണം ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടുണ്ടല്ലോ. അട്രാക്റ്റീവ് എന്താണ്, നമ്മുടെ അകത്തുള്ളത് നെഗറ്റീവാണ്. ജീവിതത്തെക്കുറിച്ചിട്ട് എന്തില്ല, നല്ല ഒരു കാഴ്ചപ്പാടില്ല. നിരാശകൾ കടന്നുകൂടിയാണ്. നിരാശകൾ കടന്നുകൂടുന്നതിനെ കുറിച്ചൊക്കെ ഖുറാനിൽ പറഞ്ഞ് നമുക്ക് ഡീപ്പ് ഡീകോഡിങ്ങിലേക്ക് പിന്നെ പോകണം. ഖുറാനിൽ പറഞ്ഞ എന്താണ്, അള്ളാഹുവിൻ്റെ റൗഹിനെ പറ്റിയിട്ട് കാഫറുകളായ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയുകയില്ല എന്നുള്ളതാണ്. ഡിസ്പയർ, നിരാശ. അപ്പോൾ നിരാശ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മനസ്സിൽ കുഫർ സംഭവിച്ചു എന്നാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് കുഫർ. പേടിക്കാനൊന്നുമില്ല. അതിൻ്റെ അർത്ഥം നിരാശ എങ്ങനെ മാറ്റാം എന്നുള്ള ആൽക്കമിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും കുഫർ എന്ന് പറഞ്ഞാൽ എത്ര മനസ്സിലാക്കുക, നിഷേധാത്മകത. നമ്മൾ അള്ളാഹു പറഞ്ഞ ഏതോ ചില ആയത്തുകളെ നിഷേധിച്ചിരിക്കുകയാണ്. കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് ആയത്തുകൾ ഖുറാനിലുണ്ട്. ഓരോ ആയത്തും എന്താണ്, വിത്തുകളാണ്, അല്ലേ? മഹാവിത്താണ്. പക്ഷെ ആ ആൽക്കമിയാകുന്ന ആ വിത്തിനെ അതേപോലെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, ആ നിരാശയിൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. അതായത് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തന്നെയാണ്, ഞാൻ എൻ്റെ ആമുഖം എന്നൊക്കെ പറയണം. പക്ഷേ ആയത്തുകൾ നമ്മൾ ഈ ലൈഫിൽ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ആയത്തിനെ നമ്മൾ അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ആയത്തിനെ നമ്മൾ നിഷേധിച്ചു, വേറെ എന്തോ അക്സെപ്റ്റ് ചെയ്തു. അതല്ല ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമാണോ? അതൊക്കെ നിങ്ങൾക്ക് പറയാം, പ്രശ്നം വരുമ്പോഴേ തിരിയുള്ളൂ, നിങ്ങൾക്ക് ഇപ്പോൾ ആയത്തോദീസൊക്കെ പറയാം, പ്രശ്നം നിങ്ങൾക്ക് വന്നു നോക്കണം, ഇങ്ങനെയൊക്കെ പറ്റും. വി ആർ എന്താ ചെയ്യുന്നത്, നമ്മൾ നിഷേധിക്കണം ഈ ആയത്തുകൾ. ഇതാണ് കുഫർ എന്ന് പറഞ്ഞ സാധനം, നിഷേധാത്മക മൈൻഡ്. ഇറ്റ്സ് എ മെൻ്റൽ സ്റ്റേറ്റ്. കുഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു മാനസിക അവസ്ഥയാണത്. അപ്പോൾ അതിനെ നിഷേധിക്കുമ്പോൾ, കുഫർ സംഭവിക്കുമ്പോൾ, അതിനെ നിഷേധിക്കുമ്പോൾ എന്താണ്, നിരാശ വരികയാണ്. നിരാശ വരുന്ന മനസ്സ് സ്വാഭാവികമായിട്ട് എന്താണ്, കുഫർ മൈൻഡാണ്. മനസ്സിലായി? ആ രീതിയിൽ ഇറ്റ്സ് എ മെൻ്റൽ സ്റ്റേറ്റ് എന്ന രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞെന്ന പോയിൻ്റ് ഇതാണ്, എങ്ങനെയാണ് പ്രശ്നങ്ങളെ പ്രശാന്തിയാക്കി മാറ്റുക എന്നുള്ള ആൽക്കമിയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അവിടെയാണ് നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോവാം. ഇൻട്രോ ആണ്, ജസ്റ്റ് ഇൻട്രോ മാത്രമാണിത്. ഓക്കെ. അപ്പോൾ ഇതിൽ പാർട്ട് 1 നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാലോ, ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ചെറുപ്പത്തിൽ കടന്നു പോയത്. 1-2 പോയിൻ്റ് മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. അല്ല, ജനിച്ചു വീണത് തന്നെ യത്തീമായിട്ടാണ്. അതൊരു പ്രശ്നമല്ലേ, അതൊരു പ്രയാസമല്ലേ? ബാപ്പയില്ലാതെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ആണല്ലോ. അതെ. അല്പം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മാതാവും മരിക്കുക. പിന്നീട് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ജീവിച്ച് ഭക്ഷണം കഴിക്കേണ്ട ഉണ്ണേണ്ടെന്ന അവസ്ഥ വരികയാണ്.
അങ്ങനെ ജനിച്ചത് മുതൽ അങ്ങോട്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫ് നോക്കുമ്പോൾ മൊത്തം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് കാണുന്നത്. അപ്പോൾ അത് ഡീപ്പായിട്ടൊന്ന് ചർച്ച ചെയ്യണം. ഈ പ്രതിസന്ധി വേളകളിൽ എന്താണ് പ്രവാചകൻ്റെ അകത്ത് സംഭവിച്ചിരുന്നത്, മെൻ്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു? ഇതാണ് പാർട്ട് 2. ഇവിടെ ഇന്നത്തെ ടോപ്പിക്ക്. ഒന്നാം പാർട്ട് എന്താണ്? പ്രവാചകൻ അനുഭവിച്ച പ്രശ്നങ്ങൾ പ്ലസ് സഹാബാക്കൾ സൈഡായിട്ട് പറയും. കാരണം മെയിൻ മാതൃക നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ലിമൻ, ആർക്കാണ് റസൂലിൽ മാതൃകയുള്ളത്? ലിമൻ ബാക്കി എന്താണ്? ആയതിൻ്റെ ബാക്കി ഓർക്കുന്നുണ്ടോ? ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അപ്പോൾ നോക്കി നിങ്ങൾ അവിടെ ചില കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് കണ്ടീഷൻ? നോക്കി ആയത്തിൻ്റെ കണ്ടീഷൻ എന്താ? കണ്ടീഷൻ എന്നുള്ള പറയുന്നത് ലഖദ് കാന ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂലിൽ എന്തുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ മാതൃകയാണ്. ഡീകോഡിങ്ങിലേക്കൊന്നും പോകുന്നില്ല ഈ ആയത്തിൻ്റെ. പക്ഷെ ആർക്കാണ്? ലിമൻ, ഒരു വിഭാഗം ആളുകൾക്കാണ്. ആരാണ് അവർ? കാന യർജുല്ലാഹ, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർക്ക്. അതവനെ കാണണം. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് വെള്ളം തരുന്ന, വായു തരുന്ന, ഞാനിവിടെ വരുന്നതിൻ്റെ കോടാനുകോടി മില്യൺസ് ഇയേഴ്സിന് മുമ്പ് എനിക്ക് വായുവും വെള്ളവും എല്ലാം ഒരുക്കി തന്ന ആ റബ്ബിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് നബിയിൽ മാതൃകയുള്ളത്. വല്യൗമിൽ ആഖിർ, പരലോകത്തിലും. അതുപോലെ തന്നെ വദക്കറല്ലാഹ കസീറ, ധാരാളമായിട്ട് ദിക്റുള്ള സംഭവിക്കുന്ന ആളുകൾ. ദിക്റ് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരുപാട് പറഞ്ഞതാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ. ഇനി ഇതിലും നമ്മുടെ ഈ കോഴ്സിലും ഈ ക്ലാസ്സിന് വരുന്നുണ്ട്, പിന്നീട് വരും ദിക്റുള്ള. വളരെ ദിക്റുല്ലാഹി അക്ബറൊക്കെ പറഞ്ഞു ഓർക്കുന്നില്ലേ. ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് എന്താണ്? പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. ഉസ്വത്തുൻ ഹസനയുടെ കണ്ടീഷൻ. അപ്പോൾ ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം കൈകാര്യം ചെയ്യണം. എന്താണത്? ബാഹ്യതലത്തിലൂടെ നോക്കുമ്പോൾ ആകെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും സഫറിങ്ങളും ദുരിതങ്ങളും അല്ലെ, ബുദ്ധിമുട്ടുകളും അല്ലെ, തായ്ഫിലൊക്കെ കല്ലേറും കുടൽമാലയും അതൊക്കെ ഡീപ്പായിട്ട് പോകാം നമുക്ക്. ഇതൊക്കെയാണ് ആദ്യം. ഇനി സെക്കൻഡ് പാർട്ട് എന്താ വെച്ചാൽ, ഈ സമയത്ത് ഇത്തരം ഘട്ടങ്ങളൊക്കെ പ്രവാചകൻ്റെയും അതേപോലെ തന്നെ സഹാബാക്കളുടെയും മെൻ്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു, മാനസികാവസ്ഥ എന്തായിരുന്നു ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ സമയത്ത് മാനസികാവസ്ഥ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ സൈക്കോ സ്പിരിച്വൽ ആസ്പെക്റ്റിലൂടെ നമ്മൾ കടന്നു പോകും. സൈക്കോ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോളജിക്കലും പ്ലസ് സ്പിരിച്വലുമായിട്ടുള്ള കണക്ഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. സൈക്കോ സ്പിരിച്വൽ പ്രോഗ്രാമിങ്, അവിടെ ഓർമ്മയില്ലേ? എന്താണ് ജെസിക്ക നമ്മളെ കൂട്ടത്തിൽ? ജെസിക്ക തന്നെ ആയിക്കോട്ടെ ഇന്നും നമ്മുടെ സംസാരത്തിൻ്റെ ആൾ. സൈക്കോ സ്പിരിച്വൽ പ്രോഗ്രാമിംഗ് എന്തായിരുന്നു? PSP. അതെന്തായിരുന്നു? അത് മുമ്പ് തന്നെ ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പല്ലേ, 15ഓളം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്താറുണ്ടായിരുന്നൊരു ക്ലാസ്സാണ് സൈക്കോ സ്പിരിച്വൽ പ്രോഗ്രാമിംഗ് അല്ലേ. സൈക്കോളജിയും സ്പിരിച്വാലിറ്റി മിക്സ് ചെയ്തുകൊണ്ട് നമ്മളന്നേ തുടങ്ങിയതാണ്. 15-18 വർഷം മുമ്പേ ഉണ്ട് ആ സാധനം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അപ്പോൾ അതിനെ കൂടി നമ്മൾ കൈകാര്യം ചെയ്യും. മെൻ്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു എന്നുള്ളത്, അതിൻ്റെ സൈക്കോ സ്പിരിച്വൽ ആസ്പെക്ട് ഓഫ് ദ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ദ പ്രൊഫറ്റ് ആൻഡ് ആൾസോ ദ സഹാബാസ്. ഇതാണ് പാർട്ട് 2. അതിന് പാർട്ട് 3 വരുന്നത് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ ആയ ഇന്ന മഅൽ ഉസ്രി യുസ്റ വ ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന ആയത്തിൻ്റെ ഡീപ്പ് ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ ഡീപ്പ് ഡീകോഡിംഗ് ആണ് പാർട്ട് 3 വരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ 6 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലൈഫിനെ എങ്ങനെ നോക്കണം, ആ സൈക്കോ സ്പിരിച്വൽ ലെൻസിലൂടെ എങ്ങനെ നോക്കിക്കാണണം. സൈക്കോളജിയുടെയും മെയിൻലി സ്പിരിച്വാലിറ്റിയാണ്, സൈക്കോളജി എക്സാമ്പിൾ ഞാൻ പറയും. അതിൻ്റെ ലെൻസിലൂടെ നമ്മളെ പഴയ ലെൻസങ്ങ് മാറ്റി, നമ്മളിപ്പോൾ നിലവിലുള്ള ലെൻസ് ഏതാ ലെൻസ്? സമൂഹം തന്നൊരു ലെൻസാണ് നമുക്കുള്ളത്. ട്രെൻഡ്, സോഷ്യൽ ട്രെൻഡുകൾ, സോഷ്യൽ സ്റ്റാറ്റസുകൾ അല്ലേ, സോഷ്യൽ ക്രൈറ്റീരിയ അല്ലേ, സോഷ്യൽ സ്കെയിലിംഗ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുള്ള ഒരു ലെൻസാണ് ഇപ്പോൾ നമ്മളുള്ളത്. ലെൻസിൻ്റെ കണ്ണട, ആ കണ്ണടയിലൂടെയാണ് ലോകത്തെ വേൾഡ് വ്യൂ, ദ റെഫറൻസ് ഓഫ് ദ വേൾഡ്. നമ്മൾ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഈ സമൂഹം തന്ന കണ്ണടയിലൂടെയാണ്. ദാറ്റ്സ് അവർ പോയിൻ്റ് ഓഫ് റെഫറൻസ്, ഒരു ഇൻഡെക്സ് ഓഫ് റെഫറൻസ്. അതുകൊണ്ട് ചേഞ്ച് ചെയ്തിട്ട്
സ്പിരിച്വൽ റെഫറൻസ്, സൈക്കോ സ്പിരിച്വൽ, ദീനി റെഫറൻസിലേക്ക് നമ്മൾ വരുമ്പോൾ കാഴ്ചപ്പാടുകളാകെ മാറുകയാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ് സാമ്പത്തിക പ്രതിസന്ധി, 2 മാനസിക വേദനയും ദുഃഖങ്ങളും, അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത്. എന്താണ് ഖുർആൻ പറയുന്നത്, ഹദീസ് എന്താണ് പറയുന്നത്, പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദീർഘകാല രോഗങ്ങൾ, ക്രോണിക് ഇൽനെസ് ആൻഡ് ശാരീരിക വൈകല്യങ്ങൾ. ഇതൊക്കെ മാറാനുള്ള ചികിത്സ ഒന്നുമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, രോഗങ്ങൾ, മറിച്ച് എന്താണ് ഈ രോഗങ്ങളെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് മാറും. അപ്പോൾ മാറുമ്പം സ്വാഭാവികമായിട്ടും മൈൻഡിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ശരീരത്തിന് അത് എഫക്റ്റീവ് ഇല്ലയോ, എളുപ്പമാവും. നമ്മൾ ചികിത്സിക്കുന്നതോടൊപ്പം എന്താവും നമ്മുടെ അസുഖങ്ങളൊക്കെ മാറുക എന്നുള്ള സ്പീഡി റിക്കവറിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവിടെ. 4 ഉത്കണ്ഠ, എന്താണത്, ആങ്സൈറ്റി, ഡിപ്രഷൻ ആൻഡ് മെൻ്റൽ ടെർമോയിൽ. ഉത്കണ്ഠ, വിഷാദം, മാനസിക സംഘർഷം, ഇതിനൊക്കെയാണ് 4ാമത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 5ാമത് നമ്മൾ ഇതിൽ പാർട്ട് 3 ചർച്ച ചെയ്യുന്നത് പരാജയങ്ങളും നിരാശയും, ഫെയിലിയർ വരും ലൈഫിൽ. അത് പരീക്ഷയിൽ ഫെയിലിയർ ആയിരിക്കാം, എന്താ പറയുക, ബിസിനസ്സിലെ ഫെയിലിയർ ആയിരിക്കാം, എന്തോ ആയിരിക്കാം. പ്ലസ് അതോടൊപ്പം വരുന്ന നിരാശ, ഡിസ്പെയർ. 6ാമത്തത് ഏകാന്തതയും ഒറ്റപ്പെടലുകൾ. ഇതാണ് പാർട്ട് 3 നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പാർട്ട് 4 ദ ഫൈനൽ ആസ്പെക്ട്സ് ഓഫ് ദിസ് ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ അവസാനത്തെ ആസ്പെക്ട് ഇത് വരുന്നത് ഹദീസുകളുടെ വിഷയം. ഇതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹദീസുകളുടെ വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഇൻട്രോ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.